ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ഗോയിങ് ടു ബി വെരി ഷോർട്ട് വീഡിയോ. ഒരു ചെറിയ സാധനം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ചാട്ട്. അപ്പോൾ നമുക്ക് കുറേ പേർക്കും ചാട്ട് ഇഷ്ടമുള്ളവരാണ്. പാനിപ്പൂരി, ബേൽപൂരി അല്ലെങ്കിൽ ദഹി വട, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇസ് കോൾഡ് ദഹി ബട്ടാട്ട പുരി. ഓക്കെ, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് let's get into the kitchen. Stay tuned. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ദഹി ബട്ടാട്ട പൂരി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട് ആൻഡ് അങ്ങനെ വലിയ പ്രെപ്പ് വർക്ക് ഉണ്ട് എന്നുള്ള ഒരു ഡിഷല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം. സൈമൾട്ടേനിയസ്ലി എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. 2 ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങി ഞാൻ മാഷ് ചെയ്തിട്ട് ഉപ്പും ഇത്തിരി മുളക് പൊടിയും ഒരു സവോളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടുള്ള മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളതാണ് പോമഗ്രാനറ്റ്. ഇതിങ്ങനെ കുറച്ച് മതി, അധികം ഒന്നും വേണ്ട. പിന്നെ ബൂന്തി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് സ്നാക്കായിട്ട് ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ബൂന്തി ഉണ്ട്. നിങ്ങൾക്ക് ബൂന്തി വേണ്ടാന്നുണ്ടെങ്കിൽ സേവ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അതായാലും നിങ്ങൾക്ക് വാങ്ങാം. ഞാനിവിടെ ബൂന്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ചാട്ട് മസാല വേണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ദാത്തറിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നുള്ളതാണ് ഈ സാധനം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ദാത്തറിൻ്റെ പാനിപ്പൂരിയുടെ ഗോൾഗപ്പ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഇത് ഐ തിങ്ക് ഒരു പാക്കറ്റിൽ കുറേ എണ്ണം കിട്ടും നമുക്ക്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പാനി ഉള്ളതും കിട്ടും, പാനി ഇല്ലാത്തതും കിട്ടും. ഞാൻ ഇല്ലാത്തതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ആവശ്യമുള്ളത്. ഇത് വറുക്കാനായിട്ട് ഞാൻ ഇവിടെ അടപ്പത്ത് ഞാൻ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടായിരിക്കും നമ്മൾ ഇട്ടിട്ട് വറുക്കുന്നത്. ഓക്കെ, ഇനി തൈര്. ഇവിടെ 4 ടേബിൾ സ്പൂൺ തൈരിലോട്ട് ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ഇങ്ങനെയല്ല വെറും തൈരായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 4 ടീസ്പൂൺസ് യൂസ് ചെയ്യാം. ഞാനിവിടെ മധുരം കുറവാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ 4 ടീസ്പൂണിൻ്റെ മധുരമേ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഗോൽഗപ്പയുടെ ഈ ഒരു ഫ്രൈയും നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ, ഞാനിപ്പോൾ 6 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അതിനി പൊന്തി വരുന്നത് നോക്കിക്കോ. ഇതൊരു സൈഡ് ഉരുണ്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മറ്റേ സൈഡിലോട്ട് അത് ടേൺ ഓവർ ചെയ്യും. എന്നിട്ടാണ് ഇത് ഫുള്ള് റൗണ്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഫുള്ള് സൈസ് എത്തുമ്പോഴേക്കും ഇത് കോരി മാറ്റാം. എന്നിട്ടൊരു പേപ്പർ ടവലിലോട്ട് ഒരു ടിഷ്യൂലോട്ട് മാറ്റിയത് എണ്ണ ഒന്ന് വരാൻ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. നമ്മുടെ ഗോൽഗപ്പ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പകുതി പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. ഇതിലും കൂടുതലാണ്. നമുക്കൊരു ഫുൾ പാക്കറ്റിൽ അത്യാവശ്യം കുറച്ച് കിട്ടും. എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് എങ്ങനെ അസംബിൾ ചെയ്യുന്നത്, ശരിക്കും ഇതിൻ്റെ പ്രെപ്പ് വർക്ക് കുറച്ചാണ്. ഇത് ശരിക്കും അസംബിൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനാണ് കുറച്ചും കൂടി സമയം എടുക്കുന്നത്. ടഫല്ല, സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഗോൾഗപ്പ എടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തൊന്ന് നമ്മൾ സ്റ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് ഇതാക്കുക, ഒരു ഹോളാക്കുക അതിൻ്റെ നടുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഹോളാക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ പൊട്ടേറ്റോയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ടാണ് ശരിക്കും ബാക്കിയുള്ളത് വരുന്നത്. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. എനിക്ക് പേഴ്സണലി തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ചിലർ ബൂന്തി ആദ്യം ഇടും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തൈര് ഒഴിക്കുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത്
ആദ്യം പൊട്ടേറ്റോ ഇട്ടു. ഇനി അതിൻ്റെ അകത്തൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ്ചർ, ഇപ്പോൾ ഷുഗറും അതിൻ്റെ അകത്ത് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒരിത് കിട്ടും. ഇതിൻ്റെ അകത്തോട്ട് ബൂന്തി എടുത്ത് വെച്ചത് ബൂന്തി ഇടുക. അപ്പോൾ യു ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പോമഗ്രാനറ്റ് സീഡ്സും കൂടി ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ഫുൾ തിങ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിള്ളേർ ബാക്കി വിൻഡോയുടെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവരിത് റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ സ്റ്റെപ്പ് ആദ്യം തീർത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുതിർന്നു പോവും. അതുകൊണ്ട് തന്നെ ആദ്യം പൂരിമ ഒരു തൊളി ഉണ്ടാക്കാം. എന്നിട്ട് നടുക്കിൽ തൊളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഇതുണ്ടാം, അതിൻ്റെ പൊട്ടേറ്റോ മിക്സ്ചർ ഇടാം. അത് കഴിഞ്ഞിട്ട് വേണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം വെക്കാൻ പറ്റില്ല. കാരണം ഇത് പെട്ടെന്ന് ഇതായി പോകും, പെട്ടെന്ന് കുതിർന്നു പോകും. ഓക്കെ, അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേഗം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തിന്നാം. അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആകെ കുതിർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ എല്ലാത്തിൻ്റെ അകത്തും ഞാൻ പൊട്ടേറ്റോയുടെ ഫില്ലിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കഴിക്കുമ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ 2-3 ഞാൻ വെറുതെ കാണിച്ചതിൻ്റെ അകത്തോട്ട് നമുക്കിനി തൈര് ഒഴിക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ബൂന്തി ഇടാം. ആൻഡ് ലാസ്റ്റ് നമുക്കിതിൻ്റെ അകത്തോട്ട് പോമഗ്രാനറ്റ് ഇടാം. അപ്പോൾ ഇതാണ് ശരിക്കും ഫൈനൽ പ്രോഡക്റ്റ്. ഇനി നമുക്ക് മക്കളെ കൊണ്ട് ടേസ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, കടിക്കി It's a little big. Dakshit, do you want? Yeah. I'm very hungry. Take a small one for him. A small one. You gotta put the whole thing in your mouth, okay? I can keep it over my whole mouth. Yeah. ഇഷ്ടായാ ജമി? അപ്പത്തേ ഞാനൊരു ടേസ്റ്റ് ടെസ്റ്റിംഗ് ചെയ്തു. ഇത്രയും പൊളിച്ച് വായിൽ വയ്ക്കാനായിട്ട് ക്യാമറയിൽ പറ്റില്ല. അതുകൊണ്ട് മക്കൾ ഓൺ ക്യാമറ ടെസ്റ്റിംഗ് ചെയ്തു, ഞാൻ ഓഫ് ക്യാമറ ടെസ്റ്റിംഗ് ചെയ്തു. നിനക്ക് വേണ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ, ബൈ.